നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുഭവനപുരയിൽ ഇനി ഉത്സവ നാളുകൾ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം. ശനിയാഴ്ച രാത്രി പൂയം നക്ഷത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറും. പ്രസിദ്ധമായ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 3-നാണ് ആനയോട്ടം. ദേശീയപാത എടക്കഴിയൂരിൽ ടോറസ് ലോറിയും ഗുഡ്സ് വാഹനവും കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കടവല്ലൂർ കൊരട്ടിക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വേലൂർ മേൽത്തണ്ടിലത്ത് അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ആയമുക്ക് റോഡിൽ ഇഞ്ചിക്കാലയിൽ 64 വയസ്സുള്ള സുലൈമാൻ. 4 ദിവസമായി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മരുമകൻ വന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. തലയെടുപ്പുള്ള 50ഓളം ഗജവീരന്മാർ അണിനിരുന്ന അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആവേശമായി. കാവടിയും നാടൻ കലാരൂപങ്ങളുമായി ക്ഷേത്രത്തിലെ വേലയാഘോഷം ശനിയാഴ്ച. പൂരത്തിന്റെ വർണ്ണക്കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ച് CCTV. CCTV സീനിയർ ക്യാമറമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം ഗിസ്റ്റോ ജോസ് സ്മൃതി അഖില കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. 2024-25 വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ഹ്രസ്വ ചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുക. മാർച്ച് 20 വരെ എൻട്രികൾ അയക്കാം. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ ആനയില്ല ശീവേലിയും ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും നടക്കും. രാത്രി പൂയം നക്ഷത്രത്തിൽ കൊടിയേറും. 10 ദിവസത്തെ ആഘോഷ പരിപാടികൾക്കായി 3,56,90,500 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്കായി 24 ലക്ഷം രൂപയും കലാപരിപാടികൾക്കായി 42 ലക്ഷം രൂപയും വൈദ്യുതാലങ്കാരത്തിന് 1,50,000 രൂപയും വാദ്യമേളങ്ങൾക്കായി 25 ലക്ഷം രൂപയും പ്രസാദഊട്ട് പകർച്ച എന്നിവയ്ക്കായി 2,64,45,000 രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഉത്സവത്തിന്റെ 4ാം ദിവസമായ മാർച്ച് 3-ന് ചന്ദ്രഗ്രഹണമായതിനാൽ ക്ഷേത്ര ചടങ്ങിൽ മാറ്റമുണ്ടാകും. വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രനട അടച്ച് 7:15-നാണ് തുറക്കുക. അത്താഴപൂജ നിവേദ്യങ്ങളായ അപ്പം, അട, അവിൽ ഷീട്ടാക്കില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള പകർച്ച, രാത്രിയിലെ പ്രസാദഊട്ട് എന്നിവയും ഉണ്ടാകില്ല. 9ാം ദിവസമായ മാർച്ച് 8-ന് രാത്രി പള്ളിവേട്ട നടക്കും. മാർച്ച് 9-ന് രാത്രി ആറാട്ടിനു ശേഷം കൊടിയിറങ്ങും. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന കലാപരിപാടികൾ 8ാം ദിവസം സമാപിക്കും. കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ദേശീയ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയരായ കലാകാരന്മാർ എത്തും. പ്രശസ്ത ഗായിക KS ചിത്ര, സംഗീതജ്ഞരായ യുവകലാഭാരതി, ബാംഗ്ലൂർ G രവികിരൺ, ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യൻ, പ്രശസ്ത ചലച്ചിത്രതാരം ആശാ ശരത്ത്, വയലിൻ വിസ്മയം ഗംഗാ ശശിധരൻ, സത്രിയ നൃത്തവുമായി ആസാമിലെ പ്രശസ്ത കലാകാരി രഞ്ജു, മോണി, സൈക്കിയ എന്നിവർ കലാവിരുന്നൊരുക്കും. ദിവസവും വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് കേരളത്തിന്റെ തനത് നാടൻ അനുഷ്ഠാന കലകൾ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള വേദിയിൽ അരങ്ങേറും. ഗോപികാ നൃത്തം, പരുന്താട്ടം, വീരനാട്യം, കളരിപ്പയറ്റ്, കരകാട്ടം, കുമ്മാട്ടിക്കളി, ബിഹു നൃത്തം തുടങ്ങിയവ ഈ വേദിയിൽ അവതരിപ്പിക്കും. 2 വേദികളിലായി 1000ഓളം സംഘങ്ങളുടെ തിരുവാതിരക്കളിയും ഉണ്ടാകും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൃഷ്ണനാരായണൻ, ബാലു, രവികൃഷ്ണൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ഓടുന്നത്. സിദ്ധാർത്ഥൻ, ഗോപികൃഷ്ണൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ ഇത്തവണ 11 ആനകളാണ് പങ്കെടുക്കുന്നത്. നേരത്തെ തീരുമാനിച്ച 5 ആനകളുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടാണ് നറുക്കെടുത്തത്. ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിനു ശേഷം കിഴക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പട്ടാമ്പി പള്ളിപ്പുറം കൈപ്പറമ്പ് വീട്ടിൽ സുധീഷിന്റെ മക്കളായ ശിവന്തിക, ശിവാഞ്ജലി എന്നീ കുട്ടികളാണ് നറുക്കെടുത്തത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KP വിശ്വനാഥൻ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ആനയോട്ട സബ് കമ്മിറ്റി അംഗങ്ങളായ KP ഉദയൻ, സജീവൻ നമ്പ്യത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാളെ ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്നുവരുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങൾ, 26 സ്വർണ്ണ കുംഭങ്ങളും കീഴ്ശാന്തി നമ്പൂതിരിമാർ ശ്രീലകത്തെത്തിച്ചു. സഹസ്രകലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷവാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരി ബ്രഹ്മകലശവും, ഓദിക്കൻ കക്കാട് ചെറിയ വാസുദേവൻ നമ്പൂതിരി കുംഭേശകലശവും, ശാന്തിയേറ്റ് കീഴ്ശാന്തി മാഞ്ചിറ കേശവൻ നമ്പൂതിരി കർക്കരി കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആദ്യം കുംഭേശകലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ആയിരക്കണക്കിന് ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്ന നാരായണ നാമജപത്തിന്റെ അകമ്പടിയോടെയായിരുന്നു അഭിഷേകം. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, മനോജ് ബി നായർ, കെ പി വിശ്വനാഥൻ, കെ എസ് ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഇത്തവണ പ്രസാദ ഊട്ട് വിളമ്പാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ 230 ഭക്തരെ നിയോഗിക്കാൻ തീരുമാനിച്ചു. പ്രസാദ ഊട്ടിന്റെ സുഗമമായ നടത്തിപ്പിനായി ദേവസ്വം വിളിച്ചു ചേർത്ത നാട്ടുകാരുടെ യോഗത്തിലാണ് തീരുമാനം. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ 23 കൗണ്ടറുകളാണ് പ്രസാദ ഊട്ടിനായി ഒരുക്കുന്നത്. ഓരോ കൗണ്ടറിലും 10 പേരെ വീതം നിയമിക്കും. പാളപ്ലേറ്റിൽ കഞ്ഞിയും പുഴുക്കുമാണ് നൽകുക. ഒരേ സമയം 1200 പേർക്ക് പ്രസാദഊട്ട് നൽകാനാകും. ദിവസവും രാവിലെ 9-ന് ആരംഭിച്ച് ഉച്ചയ്ക്ക് 2-ന് സമാപിക്കും. തുടർന്ന് ബുഫെ ഉണ്ടാകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം സി മനോജ്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ ഗീത, മുരളി പൊറനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. വേലൂർ മേൽത്തണ്ടിലത്ത് അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആയമുക്ക് റോഡിൽ ഇഞ്ചിക്കാലയിൽ വീട്ടിൽ സുലൈമാൻ ആണ് മരിച്ചത്. 64 വയസ്സാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് വീടിനകത്ത് ഹാളിൽ ദിവാൻ കോട്ടിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോടുള്ള മകളുടെ വീട്ടിലേക്ക് ഭാര്യ റസിയ പോയിരുന്നു. തുടർന്ന് സുലൈമാൻ വീട്ടിൽ തനിച്ചായിരുന്നു. 4 ദിവസമായി ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും എടുക്കാത്തതിനെ തുടർന്ന് മരുമകൻ റഷീദ് വന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് അനുഭവപ്പെട്ടതായി പരിസരവാസികളും പറയുന്നു. വീടിനുള്ളിലെ ഹാളിൽ ദിവാൻ കോട്ടിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. വെള്ളറക്കാടുള്ള പച്ചക്കറി കടയിലെ ജോലിക്കാരനായിരുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. സുഫൈജ, തൗഫിയ എന്നിവർ മക്കളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM അബ്ദുൾ റഷീദ്, വേലൂർ പഞ്ചായത്ത് മുൻ മെമ്പർമാരായ ഷെർലി ദിലീപ് കുമാർ, സ്വപ്ന റഷീദ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാതയിൽ എടക്കഴിയൂർ നാലാംകല്ലിന് സമീപം ഗുഡ്സ് വാഹനവും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഗുഡ്സ് വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് മുണ്ടൂർ നാമ്പുള്ളിപ്പുര സ്വദേശി അഭിജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും ടവർ നിർമ്മാണ സാമഗ്രികളുമായി വന്ന ദോസ്ത് ഗുഡ്സ് കാരിയർ വാഹനവും ദേശീയപാത നിർമ്മാണ കമ്പനി ശിവാലയ കൺസ്ട്രക്ഷന്റെ ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ അഭിജിത്തിനെ ഏറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. ഉടൻ തന്നെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലേക്ക് മാറ്റി. ദേശീയപാത 66 എടക്കഴിയൂർ അതിർത്തി മുതൽ വടക്കോട്ട് കഴിഞ്ഞ ദിവസം മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ കൊരട്ടിക്കര സ്വദേശി കണ്ണേലങ്കത്ത് വീട്ടിൽ 53 വയസ്സുള്ള രവി, ബൈക്ക് യാത്രികനായ എരുമപ്പെട്ടി സ്വദേശി കുന്നത്തേരി വളപ്പിൽ 20 വയസ്സുള്ള അഭിഷേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കൊരട്ടിക്കര പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തലയെടുപ്പുള്ള 50ഓളം ആനകൾ അണിനിരുന്ന പ്രസിദ്ധമായ പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരപ്രേമികൾക്ക് ആവേശമായി. കാവടിയും നാടൻ കലാരൂപങ്ങളുമായി ക്ഷേത്രത്തിലെ വേല ശനിയാഴ്ച ആഘോഷിക്കും. വേലാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും.
പൂരദിവസമായ വെള്ളിയാഴ്ച രാവിലെ വിശേഷ പൂജകൾ ആരംഭിച്ചു. നടപ്പറയ്ക്കു ശേഷം ഉച്ചയോടെ വെള്ളിത്തുരുത്തി ഉണ്ണിനായരുടെ പ്രാമാണ്യത്തിലുള്ള 100ഓളം കലാകാരന്മാർ അണിനിരുന്ന മേളത്തോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് തുടങ്ങി. കൊമ്പൻ പട്ടാമ്പി മണികണ്ഠൻ തിടമ്പേറ്റി. ഇതോടൊപ്പം ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. 5:45 കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി രാജൻ, ചിറക്കൽ കാളിദാസൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങി 50ഓളം ആനകൾ അണിനിരന്നു. രാത്രി ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, പയ്യഴിപ്പറ, നാടകം എന്നിവയുണ്ടായി. പുലർച്ചെ കണ്ടിരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മധു കൊണ്ടുവരൽ ചടങ്ങ് നടക്കും. പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പോടെ പൂരാഘോഷത്തിന് സമാപനമാകും. വേല ദിവസമായ ശനിയാഴ്ച ഉച്ചയോടെ വിവിധ ദേശങ്ങളിൽ നിന്ന് വേലവരവ് തുടങ്ങും. ഇവ വൈകിട്ട് ക്ഷേത്രത്തിലെത്തി സമാപിക്കും. രാത്രി വടക്കൻ വാതിലിൽ നടക്കുന്ന ഗുരുതി തർപ്പണത്തോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനം. പൂരം വേലയാഘോഷങ്ങൾ CCTV പ്രാദേശികം ചാനലിലും യൂട്യൂബിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഗിസ്റ്റോ ജോസ് സ്മൃതി അഖില കേരള ഷോർട്ട് ഫിലിം മത്സരത്തിനായി എൻട്രികൾ ക്ഷണിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTVയുടെ സീനിയർ ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസ് തൊഴിലിടത്തിലും മറ്റ് സൗഹൃദ വലയങ്ങളിലും ഏറെ പ്രിയങ്കരനായിരുന്നു. ഗിസ്റ്റോ ജോസിന്റെ സ്മരണയ്ക്കായി സുഹൃത്ത് സംഘം, സ്റ്റോറി ഹബ്, 7 സ്റ്റോറി ടെല്ലേഴ്സ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അഖില കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നത്. ഗിസ്റ്റോ ജോസ് സ്മൃതി പ്രഥമ ഷോർട്ട് ഫിലിം മത്സരത്തിനുള്ള എൻട്രികൾ ക്ഷണിക്കുകയാണ്. 2024-25 വർഷങ്ങളിൽ പുറത്തിറങ്ങിയ 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രങ്ങളാണ് മത്സരത്തിനായി അയക്കേണ്ടത്. മാർച്ച് 20 മുൻപായി എൻട്രികളുടെ യൂട്യൂബ് ലിങ്ക് 98 47 13 75 65 75 59 95 35 52 98 47 74 60 23 എന്നീ വാട്സപ്പ് നമ്പറുകളിലേക്ക് അയക്കേണ്ടതാണ്. 1000 രൂപയാണ് മത്സരത്തിനുള്ള രജിസ്ട്രേഷൻ ഫീസ്. മികച്ച ഷോർട്ട് ഫിലിമിന് 10,000 രൂപയും ബലകവും പുരസ്കാരമായി നൽകും. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത്, മികച്ച നടൻ, മികച്ച നടി എന്നിവർക്കും ക്യാഷ് പ്രൈസും ബലകവും സമ്മാനിക്കുന്നതാണ്. 12 കാറ്റഗറികളിലായി പുരസ്കാരം വിതരണം ചെയ്യും. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുക്കുക. ലഭിക്കുന്ന എൻട്രികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഷോർട്ട് ഫിലിമുകളുടെ സ്ക്രീനിംഗ് മാർച്ച് 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ കൂനമൂച്ചി കലയിൽ വെച്ച് നടക്കും. ജൂറി തെരഞ്ഞെടുക്കുന്നവർക്കുള്ള പുരസ്കാര വിതരണം ഏപ്രിൽ 5-ന് ഗിസ്റ്റോ ജോസിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ കുന്നംകുളത്ത് വെച്ച് വിതരണം ചെയ്യും. നമ്മുടെയൊക്കെ ചില ഓർമ്മകൾ എപ്പോഴും ഇങ്ങനെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകാതിരിക്കാൻ ചില സ്നേഹബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അത്തരമൊരു വലിയ സ്നേഹബന്ധം, ഒരു സൗഹൃദത്തിൻ്റെ ഉടമയായിരുന്ന ശ്രീ ഗിസ്റ്റോൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. കുന്നംകുളം CCTV എന്ന സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കി, അവിടുത്തെ എഡിറ്റിംഗ് കോഴ്സ് പൂർത്തിയാക്കി ക്യാമറാമാനായി ഏറെ കാലം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. നന്മയുടെ ഉറവിടമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഷോർട്ട് ഫിലിമിൻ്റെ മത്സരം വെച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ മാത്രമല്ല, മേഖലയിലല്ലാത്ത ആളുകളെ പോലും പെട്ടെന്ന് ആളുകളായിട്ട് അടുക്കുകയും നന്മയുടെ ഒരുപാട് ഭാഗങ്ങളായിട്ട് അവരെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു മൈൻഡായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അകാലത്തിലാണ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ പോസ്റ്റർ പ്രസ് ക്ലബ് ഹാളിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയപ്രകാശ് ഇലവന്ത്രയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ഗിസ്റ്റോ ജോസ് സുഹൃത്ത് സംഘം രക്ഷാധികാരി TV ജോൺസൺ, സഹപ്രവർത്തകരും ചലച്ചിത്ര സംവിധായകരുമായ സാജൻ ആന്റണി, ഡോൺ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ വായനയുടെ വസന്തം തീർത്ത് പുസ്തകോത്സവത്തിന് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പുസ്തകോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ലൈബ്രറി ഹാളിലാണ് പുസ്തകോത്സവം ആരംഭിച്ചത്. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പുസ്തകോത്സവം ഈ മാസം 10-ന് സമാപിക്കും. വിവിധ ദിവസങ്ങളിലായി പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, പുസ്തകങ്ങളെ പരിചയപ്പെടുത്തലുകൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖങ്ങൾ, പുസ്തക പ്രകാശനങ്ങൾ എന്നിവ ഉണ്ടാകും. SIRന്റെ ഭാഗമായുള്ള ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളെന്ന് CPM ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നേരിട്ട് ക്രമക്കേടിന് നേതൃത്വം നൽകുന്നുവെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ നെട്ടിശ്ശേരിയിൽ വോട്ട് രേഖപ്പെടുത്തിയ കേന്ദ്രമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്താണ് വോട്ട് ചെയ്തത്. തൃശൂരിൽ സ്ഥിരതാമസക്കാരനാണെന്ന് പറഞ്ഞ് നെട്ടിശ്ശേരിയിലെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത സുരേഷ് ഗോപി ഇപ്പോൾ ഗുരുവായൂരിലെ 137 ബൂത്തിൽ വോട്ട് ചേർത്തിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിക്ക് ഗുരുവായൂരിൽ ഫ്ളാറ്റുണ്ടെങ്കിലും ഇവിടെ സ്ഥിര താമസക്കാരനല്ലെന്ന കാര്യം മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. കൂടാതെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് ഗുരുവായൂരിൽ വോട്ട് ചേർത്തിട്ടുമില്ല. കേന്ദ്രമന്ത്രിക്ക് പറന്നു നടന്ന് വോട്ട് ചെയ്ത് നിയമലംഘനത്തിനും സുതാര്യമായ തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കളമൊരുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കളക്ടർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർ സുരേഷ് ഗോപി 137 ബൂത്തിൽ സ്ഥിര താമസക്കാരനല്ലെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലുദ്യോഗസ്ഥർ പ്രത്യേകം ഇടപെട്ടാണ് കേന്ദ്രമന്ത്രിയുടെ വോട്ട് ചേർത്തതെന്നാണ് അറിയുന്നത്. ഇത് പരസ്യമായ നിയമലംഘനമാണെന്ന് ബാലാജി CCTVയോട് പറഞ്ഞു. സ്വാഭാവികമായും ആൾതാമസമില്ലാത്ത സുരേഷ് ഗോപിയുടെ വോട്ടോടെ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് BLO അത് ശരിയാകില്ല, അത് പാടില്ല എന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ BLOയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഗുരുവായൂർ വോട്ട് ചേർത്തത് എന്ന് പറയപ്പെടുന്നു. ഒരു രേഖയുമില്ലാതെ അല്ലെങ്കിൽ തന്നിഷ്ടം പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർലമെന്റ് കേന്ദ്രമന്ത്രി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് വളരെ ആശങ്കയോടുകൂടിയും അപകട സാധ്യതയോട് കൂടിയിട്ടുമാണ് ജനാധിപത്യ വിശ്വാസികൾ നോക്കിക്കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ 50,000-ഓളം വോട്ടുകൾ ഫ്ളാറ്റുകളും ചില വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ചേർക്കപ്പെട്ടു എന്ന് തെളിവുകളോടുകൂടി തന്നെ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. വോട്ടർപടി SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വോട്ടർമാരെ അർഹതപ്പെട്ട് ഒഴിവാക്കുകയും അനർഹരെ ചേർക്കുകയും ചെയ്യുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലം വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ വോട്ട് കുറഞ്ഞു പോയി. അന്തിമ വോട്ടർ പട്ടികയായിട്ട് വരുമ്പോൾ ബീഹാർ മോഡലെല്ലാം ഉണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. അതിനിടയ്ക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സുരേഷ് ഗോപി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്താമംഗലത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഗുരുവായൂരിലെ ഒരു ഫ്ളാറ്റിൽ വോട്ട് ചേർത്തിരിക്കുകയാണെന്നും ബാലാജി കൂട്ടിച്ചേർത്തു. ഒരു കേന്ദ്ര സഹമന്ത്രി, ഒരു MP അനായാസമായി ഒരു സംവിധാനത്തെ ആകെ അവഹേളിക്കുന്ന രീതിയിൽ ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോരോ സ്ഥലത്ത് വോട്ട് ചേർത്ത് വോട്ട് രേഖപ്പെടുത്തുന്ന ഈ രീതിക്കെതിരെ CPIMന്റെ പ്രതിനിധി എന്നുള്ള തലത്ത് മുഖ്യ ഭരണാധികാരിക്ക് അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ രേഖകളും വെച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു രേഖയുമില്ലാതെ തന്നിഷ്ടം പോലെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആശങ്കാജനകവും ജനാധിപത്യം അപകടത്തിലാക്കുന്നതാണെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ ബജറ്റിനെതിരെ പ്രതിപക്ഷമായ CPM അംഗങ്ങളുടെ പ്രതിഷേധം. ഫണ്ട് വിതരണം ഏകപക്ഷീയമാണെന്നും CPM മെമ്പർമാരെ അവഗണിച്ചതായും ആരോപണം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഭീമമായ തുക വകയിരുത്തുകയും ഒപ്പം BJP ഭരിക്കുന്ന വാർഡിലേക്ക് സമാനമായ തുക നീക്കിവെക്കുകയും ചെയ്തു എന്നാണ് CPM ആരോപിക്കുന്നത്. ഇതിൽ നിന്നും BJP കോൺഗ്രസ് കൂട്ടുകെട്ട് മറന്നീക്കി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. കേരള സർക്കാർ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിനെ പാടെ അവഗണിച്ചു. ACP ഫണ്ടും പ്രതിപക്ഷ മെമ്പർമാരോട് ആലോചിക്കാതെ കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡിലേക്ക് മാത്രം വകയിരുത്തി. പദ്ധതി രൂപീകരണത്തിന്റെ ഒരു ഘട്ടത്തിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പങ്കെടുപ്പിച്ചില്ലെന്നും CPM മെമ്പർമാർ ആരോപിച്ചു. മുന്നേയുള്ള വികസന സെമിനാറിലും അതുപോലെ തന്നെ ഇന്ന് നടന്ന ബജറ്റ് അവതരണത്തിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ എന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വിളിക്കുകയോ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് തീർത്തും ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനമാണ് ഇന്നത്തെ ബജറ്റ് അവതരണത്തിൽ കാണാൻ കഴിഞ്ഞത്. കൂടാതെ SCP ഫണ്ട് വരുന്ന മുറയ്ക്ക് അറിയിക്കാമെന്ന് പറഞ്ഞ് SCP ഫണ്ട്, ഓൺ ഫണ്ട് ഇതുപോലുള്ള ഫണ്ടുകളിൽ വിവേചനപരമായിട്ടുള്ള രീതിയാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അവരുടെ വാർഡിലെ കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ ഈ ഫണ്ട് നൽകുകയും നമ്മളെ പരിഗണിക്കാത്ത ഇതിനെ നമ്മൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ 10 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിനും നിശാഗന്ധി സർഗോത്സവത്തിനും ശനിയാഴ്ച തുടക്കമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 മന്ത്രി കെ രാജൻ പുഷ്പോത്സവത്തിന്റെയും നടൻ ടി.ജി. രവി നിശാഗന്ധി സർഗോത്സവത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. മാർച്ച് 9 വരെ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ സംഗീത നിശ, നാടകം, നാടൻപാട്ട്, നാട്ടുഗരിമ, സിനിമാറ്റിക് ഡാൻസ്, മലബാർ മ്യൂസിക് ബാൻഡ്, ഗാനമേള, പുഷ്പബലസസ്യ പ്രദർശനം, ഗസൽ നൈറ്റ്, ലഘുഭക്ഷണശാലകൾ എന്നിവ ഉണ്ടാകും. നഗരസഭാ ടൗൺ ഹാളിൽ ദേശീയ നഗര ഉപജീവന മിഷന്റെ ഇഞ്ചിയും പുളിയും കുടുംബശ്രീ ഭക്ഷ്യമേള മാർച്ച് 3 മുതൽ 9 വരെയും ഉണ്ടാകും. വൈസ് ചെയർപേഴ്സൺ കെ ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാനി റെജി, വി അനൂപ്, ബിന്ദു അജിത് കുമാർ, എ.ടി. ഹംസ, രതി ജനാർദ്ദനൻ, സെക്രട്ടറി ഇൻചാർജ് നിഷി പി ദേവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര വാദ്യകലാ വിദ്യാലയം സുവർണ ജൂബിലി ആഘോഷിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം വാദ്യകുലപതി പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി. കെ.ബി. രാജ് ആനന്ദ് മുഖ്യാതിഥിയായിരുന്നു. റിട്ടയർഡ് പ്രിൻസിപ്പാൾ കോങ്ങാട് സുകുമാരൻ, പൂർവ്വ വിദ്യാർത്ഥികളായ പാഞ്ഞാൾ വേലുക്കുട്ടി, മച്ചാട് മണികണ്ഠൻ, ഗുരുവായൂർ സേതു, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാഗസുരത്തിൽ എ ഗ്രേഡ് നേടിയ എം.കെ. യദുകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി. മനോജ്, കെ.പി. വിശ്വനാഥൻ, ദേവസ്വം വേദ സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ പി. നാരായണൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് കെ. ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് വിദ്യാർത്ഥികൾ അഭിനേതാക്കളായ ഹ്രസ്വ ചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനം നടന്നു. ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ സുജിത് രാജൻ, പ്രധാനാധ്യാപകൻ KS സജീവ് എന്നിവർ ചേർന്ന് ചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചു. ഹ്രസ്വചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരായ സാജൻ ആന്റണി, ജോസ് മാളിയേക്കൽ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷമീർ ഇഞ്ചക്കാലയിൽ, സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, EMK ജിഷാർ, KV സാംസൺ, ജിനേഷ് നായർ എന്നിവർ സംസാരിച്ചു. ചിത്രത്തിൽ അഭിനയിച്ച വിദ്യാർത്ഥിനികളായ ആദ്യ വൈശാഖ്, ഗോപിക എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 3 പതിറ്റാണ്ടിലേറെ നീണ്ട സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സജീവ് മാസ്റ്റർക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉപഹാരം ലബീബ് ഹസൻ കൈമാറി. ആദ്യ വൈശാഖ്, ഗോപിക എന്നിവർക്ക് ഷമീർ ഇഞ്ചക്കാലയിൽ, ജിനാഷ് തെക്കേക്കര എന്നിവർ മൊമന്റോ സമ്മാനിച്ചു. കുന്നംകുളം കേന്ദ്രമാക്കി 1 പതിറ്റാണ്ടിലധികമായി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിക്കുന്ന പുതിയ ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാക്കാൻ പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ഹ്രസ്വചിത്രം ഒരുക്കിയത്. ഇരിങ്ങപ്പുറം സ്കൂളിലെ 25ഓളം വിദ്യാർത്ഥികളും ഗുരുവായൂർ ദേവസ്വം സ്കൂളിലെ വിദ്യാർത്ഥിനി ആദ്യ വൈശാഖ്, ചലച്ചിത്ര സീരിയൽ താരം ഡോണ ശങ്കർ എന്നിവരാണ് ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ചലച്ചിത്ര സംവിധായകനും ക്യാമറാമാനുമായ സാജൻ ആന്റണിയാണ് 3 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ VHSC വിഭാഗത്തിന്റെ 3ാം നില AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2023-24 പ്ലാൻ പദ്ധതി പ്രകാരം 63 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2 കോടി രൂപയുടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, ആർഷ ജിജു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K കൊച്ചനിയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, EA ദിനമണി, HM PT ലില്ലി, പ്രിൻസിപ്പാൾമാരായ PI റസിയ, A വിജയലക്ഷ്മി, PTA പ്രസിഡന്റ് P വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക ചർച്ചാവേദിയുടെ ഉദ്ഘാടനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. ലൈബ്രറി അങ്കണത്തിലുള്ള CV ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാനും കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമീപകാലത്ത് വളരെയേറെ വായനക്കാരെ ആകർഷിച്ച കുന്നംകുളത്തുകാരനും പ്രശസ്ത ഗാനരചയിതാവുമായ BK ഹരിനാരായണന്റെ കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവലാണ് ചർച്ച നടത്തിയത്. നന്ദനൻ മേക്കാട് കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവൽ അവതരിപ്പിച്ചു. ബിജു സൈമൺ മോഡറേറ്ററായി. ശ്രീകൃഷ്ണ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും മലയാളം വിഭാഗം മേധാവിയുമായ ഡോക്ടർ AM റീന, എഴുത്തുകാരിയായ അഡ്വക്കേറ്റ് സ്മിത ഗിരീഷ്, സാഹിത്യപ്രേമികളായ അരുൺ ഓലെ, +2 വിദ്യാർത്ഥിയായ ഏഞ്ചൽ ജേക്കബ്, രാധാകൃഷ്ണൻ ചെമ്മണ്ണൂർ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. റീഡേഴ്സ് ഫോറം പ്രവർത്തകരായ കിഷോർലാൽ, സുനിൽ ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. പുസ്തകരചയിതാവ് BK ഹരിനാരായണൻ ചർച്ചകൾക്ക് മറുപടി നൽകി. റീഡേഴ്സ് ഫോറത്തിനു വേണ്ടി ഡോക്ടർ AM റീന BK ഹരിനാരായണനെ പൊന്നാടയണിയിച്ചു. പുസ്തകാവതരണം നടത്തിയ നന്ദനൻ മേക്കാടിന് മൊമൻറ്റോ സമ്മാനിച്ചു. മാസം തോറും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എഴുത്ത് കഴിയുന്നിടത്ത് അവിടെ ആ എഴുതിയ ആള് മരിക്കുകയും വായനക്കാരൻ ജനിക്കുകയും ചെയ്യുന്നു. ഓരോ പുസ്തകവും ഓരോ തവണ വായിക്കും തോറും അത് ഓരോ പുതിയ പുസ്തകങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പുസ്തകം വായിച്ച് അവർക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് അവരുടെ അഭിപ്രായം, അത് വിമർശനമാണെങ്കിലും പ്രശംസനമാണെങ്കിലും എന്താണെങ്കിലും, ക്രിറ്റിസിസം ആണെങ്കിലും എന്താണെങ്കിലും, അത് ഓരോരുത്തർക്കും ആ പുസ്തകത്തിനെ പറ്റിയിട്ട് ഓരോന്നായിരിക്കും തോന്നുന്നത്. തൃശൂരിൽ നടന്ന സംസ്ഥാന പട്ടയമേളയിൽ അകലാട് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിനും പട്ടയം ലഭിച്ചു. മുന്നേനിയിലെ 35/1, 47/1 എന്നീ സർവേ നമ്പറുകളിലെ ഭൂമികളിൽ താമസക്കാരായ 30 കുടുംബങ്ങൾക്കും ഇതോടൊപ്പം പട്ടയ വിതരണം നടത്തി. 3 മാസം മുമ്പ് അകലാട് നടന്ന ഗുരുവായൂർ മണ്ഡലം പട്ടയമേളയിൽ മേൽ സൂചിപ്പിച്ച സർവേ നമ്പറുകളിലെ 45 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയിരുന്നു. ഇതോടെ പുന്നയൂർ പഞ്ചായത്തിൽ 75 കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിച്ചത്. അവശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് കൂടി പട്ടയം നൽകാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. തൃശൂരിൽ നടന്ന സംസ്ഥാന പട്ടയമേളയിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജനിൽ നിന്നും അകലാട് മുഹ്യുദ്ദീൻ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പട്ടയം ഏറ്റുവാങ്ങി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു മുഖ്യാതിഥിയായി. MLA മാരായ AC മൊയ്തീൻ, KK രാമചന്ദ്രൻ, P ബാലചന്ദ്രൻ, MK അക്ബർ, സനീഷ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ലാൻഡ് റവന്യൂ വകുപ്പ് കമ്മീഷണർ KS ജീവൻ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലിശ്ശേരി മുരയമ്പറമ്പത്തുകാവ് പൂരാഘോഷം ഞായറാഴ്ച നടക്കും. ശനിയാഴ്ച വൈകിട്ട് മുതൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതി ക്ഷേത്ര പരിസരത്ത് പതിർ വാണിഭം നടക്കും. ഞായറാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി നടത്തിവരാറുള്ള പതിർ വാണിഭം നടക്കുക. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർ വാണിഭ സ്ഥലത്തു നിന്നു ലഭ്യമാണ്. ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ആദ്യകാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞാൽ ജന്മിയിൽ നിന്നും കൂലിയായി കിട്ടുന്ന നെല്ലിന്റെ പതിരു കൊടുത്താണ് ഉണക്കമത്സ്യം വാങ്ങിയിരുന്നത്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേരു വന്നത്. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്ക് വരും. കൂടാതെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുതായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പന നടക്കും. പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാത്രിയിൽ പറയെടുപ്പും തോൽപ്പാവക്കൂത്തും നടക്കുന്നുണ്ട്. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ആഘോഷങ്ങൾക്കായി 3 ജില്ലകളിലെ തട്ടകങ്ങൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. വൈദ്യുതി ദീപാലങ്കാരവും കമാനങ്ങളും ഒരുങ്ങി. ശനിയാഴ്ച രാത്രി 8-ന് ക്ഷേത്രത്തിൽ നടപ്പുരമേളവും നടക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 44 ഗജവീരന്മാർ അണിനിരക്കും. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ K ദാമോദരന്റെ സ്മരണാർത്ഥം ഗുരുവായൂർ K ദാമോദരൻ അക്കാദമി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2024-2025 വർഷങ്ങളിൽ 1-ാം പതിപ്പായി പ്രസിദ്ധീകരിച്ച മലയാള നാടക കൃതിക്കാണ് പുരസ്കാരം നൽകുന്നത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. കൃതികളുടെ 4 പകർപ്പുകൾ മാർച്ച് 25-ന് മുമ്പ് സെക്രട്ടറി K ദാമോദരൻ അക്കാദമി, എടപ്പുള്ളി റോഡ്, ഗുരുവായൂർ 680101 എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 77 19 60 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി ധൂമ പ്രദക്ഷിണ നടന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമാണ് നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന ധൂമ പ്രദക്ഷിണം. ആത്മീയതയുടെ നിറവും പാരമ്പര്യത്തിന്റെ അപൂർവതയും നിറഞ്ഞൊഴുകുന്ന ഈ ചടങ്ങ് ഭാരത ക്രൈസ്തവർക്കിടയിൽ മറ്റെവിടെയും ഇല്ലാത്തതാണ്.
നോമ്പുകാലം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രഭാതത്തിൽ പള്ളിയിൽ നിന്നാരംഭിച്ച് അങ്ങാടി ചുറ്റി മടങ്ങിയെത്തുന്നതാണ് ഈ പരിഹാര പ്രദക്ഷിണം. ചിറ്റാറ്റുകര ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് മലബാറിൽ 1801, 1802 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സാംക്രമിക രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിച്ച് കനത്ത ജീവനാശങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുന്നുണ്ട്. അക്കാലത്ത് ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ വളരെ കുറവായിരുന്നു. ദൈവകോപമാണ് വസൂരി പോലുള്ള സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി തുടങ്ങിയതാണ് പാപപരിഹാരമായ ഈ ധൂമപ്രദക്ഷിണം. ധൂമപ്രദക്ഷിണ കർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് വടക്കോട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ 2024-2026 വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമന്റ് ഫ്രാൻസിസ് പാസിംഗ് ഔട്ട് പരേഡിൽ കേഡറ്റുകളിൽ നിന്നും ജനറൽ സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂർ സിറ്റി നോഡൽ ഓഫീസർ ജ്യോതിസ് തോമസ് കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, സ്കൂൾ മാനേജർ ജെയിംസ് വടക്കൂട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KT ലിംസൺ, എളവള്ളി പഞ്ചായത്ത് അംഗം PD ജോസ്, PTA പ്രസിഡന്റ് ജിൻഡോ ജോസ് തേറാട്ടിൽ, പോലീസ് ഉദ്യോഗസ്ഥരായ PJ ജാൻസി, TK ഡെൽജോ, ഡ്രിൽ ഇൻസ്ട്രക്ടർ MS രാഹുൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിന് KSFയുടെ സ്നേഹ സമ്മാനം. മികച്ച പരിശീലനം നൽകി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന വിദ്യാലയത്തിന് പോൾ വാൾട്ട് ഹൈജമ്പ് പരിശീലനത്തിനായി KSFE ജമ്പിംഗ് ബെഡ് സമ്മാനിച്ചു. മികച്ച കായിക ഉപകരണങ്ങളുടെ അപര്യാപ്തതയിലും സംസ്ഥാനതലത്തിൽ മികച്ച വിജയം കാഴ്ചവെച്ച് ശ്രദ്ധേയരായ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായാണ് ജമ്പിംഗ് ബെഡ് സമ്മാനിച്ചത്. കുട്ടികൾക്ക് പരിശീലനത്തിനായി മികച്ച കായിക ഉപകരണങ്ങൾ സാധ്യമാക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസും കായികാധ്യാപിക സിന്ധു ടീച്ചറും PTA നടത്തിയ പരിശ്രമത്തിന്റെ ഫലപ്രാപ്തിയുടെ ഭാഗമായാണ് KSFEയുടെ സ്നേഹസമ്മാനം. സ്കൂളിലെ കായിക പ്രതിഭകൾക്ക് സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിൻ്റെ ആദ്യ ചുവട് എന്ന നിലയിലാണ് ജമ്പിംഗ് ബെഡ് സമ്മാനിച്ചത്. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ ശുഭ ചാക്കോ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, സ്റ്റാഫ് പ്രതിനിധി ദീപ ടീച്ചർ, PTA പ്രസിഡന്റ് AK ഷുക്കൂർ, സിമി ബൈജു എന്നിവർ സന്നിഹിതരായി. കുന്നംകുളം സെന്റ് ലാസറസ് പഴയപള്ളി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. മാർച്ച് 1 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ MJD സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. ജനറൽ മെഡിസിൻ, പൾമണോളജി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്, ന്യൂറോളജി, ENT, ഓങ്കോളജി, ഡയറ്റീഷ്യൻ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കും. സൗജന്യ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും ലഭ്യമാകും. ഫാദർ ജോസഫ് ജോസ് ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജീസ് ജോൺസൺ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ഗ്രിഗോറിയൻ കെയർ എന്ന സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് പദ്ധതി മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്യും. PC കുഞ്ഞാത്തിരി ടീച്ചർ എൻഡോമെന്റ് അവാർഡ് പാലിയേറ്റീവ് കെയർ മേഖലയിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന മോളി ബാബുവിന് നൽകി ആദരിക്കും. ബോധിധർമ്മ JTK ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആർത്താറ്റ് ഹോളിക്രോസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ കരാത്തെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് നടത്തി. ഗ്രേഡിംഗ് പരീക്ഷയിൽ കിഹോൺ, കത്ത, കുമിത്തെ തുടങ്ങിയ വിഭാഗങ്ങളിൽ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ഉയർന്ന കളർ ബെൽറ്റുകൾ സമ്മാനിച്ചു. സംഘടനയുടെ ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ ഹൻഷി KS മനോജിന്റെ നേതൃത്വത്തിലാണ് ഗ്രേഡിംഗ് നടത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കുത്തൂർ എന്നിവർ കുട്ടികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ബ്ലാങ്ങാട് ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ തന്ത്രി അഴീക്കോട് ശ്രീനിവാസൻ ശാന്തി, ശാന്തിമാരായ കണ്ണൻ, ലാലൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പള്ളി ഉണർത്തൽ, മഹാഗണപതി ഹവനം, ഉഷപൂജ, ശിവേലി, പഞ്ചവിംശതി കലശപൂജ, സഹസ്രനാമാർച്ചന എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ തെയ്യം, കാളി, കാവടി, വാദ്യമേളങ്ങൾ തുടങ്ങിയ വരവു പൂരങ്ങളും ഉണ്ടായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ തൂമാട്ട് മോഹനൻ, പൂക്കാട്ട് സജീവൻ, ചക്കാണ്ടൻ ശിവദാസൻ, വെളുത്ത മണി, പൂക്കാട്ട് ബാലകൃഷ്ണൻ, ചെങ്ങല ബാലകൃഷ്ണൻ, പെരിങ്ങാട്ട് സുധീർ, കുന്തറ മണികണ്ഠൻ, പയ്യപ്പുള്ളി സുധാകരൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി.
കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ പ്രതിമാസ സുവിശേഷ യോഗം മാർച്ച് 1 ഞായറാഴ്ച കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ നടക്കും. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ PM സ്ലീബ സന്ദേശം നൽകും. വാഹന സൗകര്യമുണ്ടായിരിക്കും. ഇനി മുതൽ എല്ലാ 1 ഞായറാഴ്ചയുമാണ് പ്രതിമാസ സുവിശേഷ യോഗം നടക്കുക എന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുള്ള KSU ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചോയിലൂർ പാരിസ് റോഡ് ചുറ്റി കണ്ടാണശ്ശേരി ബസ് സ്റ്റോപ്പ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗത്തിൽ കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VK ദാസൻ, MP സജീബ്, KK ജയന്തി ടീച്ചർ, PA കുമാരൻ, AN സജീവൻ, വിനു ജോൺസൺ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ ധനൻ, സൗമ്യ നിമേഷ്, DYFI മേഖലാ സെക്രട്ടറി VA അരുൺ, മഹിളാ അസോസിയേഷൻ നേതാക്കളായ സ്മിത സതീശൻ, ഷീബ ചന്ദ്രൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,810 രൂപ, പവന് 1,18,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചർമ്മം ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ KK സേതുമാധവന്റെ മാതാവും സിദ്ദിഖ് പള്ളിക്ക് തെക്കുഭാഗം താമസിക്കുന്ന പരേതനായ കണ്ണൻ കേരൻ കൃഷ്ണൻ മാസ്റ്റർ ഭാര്യയുമായ മീനാക്ഷി നിര്യാതയായി 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മധുസൂദനൻ, ശാന്താബായ്, കുശുമജ, ബാല, താരാബായ്, തുളസിബായ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുപാനപുരിയിൽ ഇനി ഉത്സവ നാളുകൾ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം. ശനിയാഴ്ച രാത്രി പൂയ നക്ഷത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറും. പ്രസിദ്ധമായ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 3-നാണ് ആനയോട്ടം. ദേശീയപാത എടക്കഴിയൂരിൽ ടോറസ് ലോറിയും ഗുഡ്സ് വാഹനവും കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കടവല്ലൂർ കൊരട്ടിക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വേലൂർ മേൽത്തണ്ടിലത്ത് അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ആയമുക്ക് റോഡിൽ ഇഞ്ചിക്കാലയിൽ 64 വയസ്സുള്ള സുലൈമാൻ. 4 ദിവസമായി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മരുമകൻ വന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. തലയെടുപ്പുള്ള 50ഓളം ഗജവീരന്മാർ അണിനിരുന്ന അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആവേശമായി. കാവടിയും നാടൻ കലാരൂപങ്ങളുമായി ക്ഷേത്രത്തിലെ വേലയാഘോഷം ശനിയാഴ്ച. പൂരത്തിന്റെ വർണ്ണക്കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ച് CCTV സീനിയർ ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം ഗിസ്റ്റോ ജോസ് സ്മൃതി അഖില കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. 2024-2025 വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ഹ്രസ്വ ചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുക. മാർച്ച് 20 വരെ എൻട്രികൾ അയക്കാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.